ഹായ് ഫ്രണ്ട്സ്, ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു സെയിൽ പോസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇന്ന് ഒരു 2 കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരു 10-21 അഡൽട്ട് ബ്രീഡിംഗ് ഏജ് ആയിട്ടുള്ള പെയറുകളും ഉണ്ട്. വലിയ പ്രാവുകളല്ല, നമ്മളിവിടെ റിസൾട്ട് കൺഫേം ആക്കിയ പ്രാവുകളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടതിൽ ഒരു 90% പ്രാവുകളും ഒക്കെ സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരുന്നത് പുതിയ പ്രാവുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ എല്ലാ പ്രാവുകളെയും ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി ഫീമെയിലൊക്കെ നമുക്കിന്ന് അവൈലബിൾ ആണ്. നല്ല ജാക്കി പുള്ളിയിലൊക്കെ ഫീമെയിൽ കിടപ്പുണ്ട്. ഓക്കെ, നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനംകോടാണ്. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. നമുക്ക് കൂട്ടിൽ വന്ന് കണ്ട് പ്രാവ് എടുക്കണമെന്നുള്ളവർക്കും വന്നെടുക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് നേരെ പ്രാവുകളെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞെന്ന് പറഞ്ഞത്. ഈ 2 കുഞ്ഞുങ്ങളാണ് നമുക്ക് കൊടുക്കാനുള്ളത്. സുർമ കയറയിൽ 2 കുഞ്ഞുങ്ങളാണ്. 0 കല്ലി കുഞ്ഞുങ്ങളാണ്. നല്ല റിസൾട്ട് ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഒരു 13+ ഒക്കെ ചുമ്മാ പറക്കുന്ന കുഞ്ഞുങ്ങളാണ്. ധൈര്യമായിട്ട് എടുത്ത് ഈ സീസണിന് പറപ്പിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രീഡിംഗ് പെയർ. ഇതിൽ ഫീമെയിൽ വന്നിട്ട് സബ്ജയിലും മെയിൽ വന്നിട്ട് വെള്ളയിലുമാണ്. ഈ 2 പ്രാവിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ പ്രാവുകളെ പെയർ ചെയ്യിക്കുന്നത്. നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവുകളാണ് 2ഉം. ഇത് വന്നിട്ട് ചാമ്പപ്പുള്ളിയിൽ മെയിലും കയറയിൽ ഫീമെയിലുമാണ്. ഫീമെയിൽ വന്നിട്ട് കലങ്ക കണ്ണിലും മെയിൽ വന്നിട്ട് മഞ്ഞ കണ്ണിലുമാണ്. 2ഉം നല്ല പറന്ന പ്രാവുകളാണ്. കുഞ്ഞുങ്ങളൊക്കെ റിസൾട്ടഡ് ആണ്. ഈ പെയറിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാം ഗ്യാരൻറ്റി കുഞ്ഞുങ്ങളാണ്. ധൈര്യമായിട്ടെടുത്ത് കൂട്ടിൽ വയ്ക്കാം. നിങ്ങൾക്ക് നല്ലൊരു ബ്രീഡ് സ്റ്റോക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പെയറാണ്. അതുപോലെ തന്നെ ഈ സുറുമ കയറയിൽ വന്നിട്ട് ഇതാണാണ്. വെള്ള പുള്ളിയിൽ വെള്ള കയറ വന്നിട്ട് ഫീമെയിലാണ്. ഇതിൻ്റെയും നമ്മളിവിടെ കുഞ്ഞുങ്ങളെടുത്തിട്ടുണ്ട്. നല്ല ബ്രീഡ് സ്റ്റോക്കാക്കി നിങ്ങൾക്ക് കൂട്ടി സൂക്ഷിക്കാൻ പറ്റിയ 2 പ്രാവുകളാണ്. കുഞ്ഞുങ്ങളൊക്കെ നല്ല അറിവൊക്കെ ഉള്ള നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് വന്നിട്ട് ഒരു പെയറാണ്. ഇതിൽ ആ ഒരു കയറ ഫീമെയിൽ, കയറയിൽ കലങ്ക കണ്ണ് ഫീമെയിലും വെള്ളയിലുള്ളത് മെയിലുമാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പെയർ ഇങ്ങനെ പെയർ ചെയ്യിക്കുന്നത്. മെയിലിന് നമ്മളിതിന് മുന്നേ കുഞ്ഞുങ്ങൾ എടുത്തിട്ടുണ്ട്. നല്ല പക്ക റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഫീമെയിൽ ഫസ്റ്റ് ടൈമാണ് പെയർ ചെയ്യിക്കുന്ന അഡൽട്ടാണ്. ഇതാണ് നമ്മുടെ അടുത്ത പെയർ. ഇതിൽ ഈ ഒരു കയറ വന്നിട്ട് മെയിലാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. ബാക്കിൽ നിൽക്കുന്ന വെള്ള കയറ ഫീമെയിലാണ്. 2ഉം നല്ല പറന്ന നല്ല അടിപൊളി റിസൾട്ടഡ് ആയിട്ടുള്ള ബേഡ്സാണ്. 2ൻ്റെയും നമ്മൾ കുഞ്ഞുങ്ങളിവിടെ എടുത്തിട്ടുണ്ട്. ഈ പെയറിൻ്റെ കുഞ്ഞുങ്ങളിവിടെ എടുത്തിട്ടുണ്ട്. എല്ലാം പക്ക ക്വാളിറ്റിയാണ്. നല്ലൊരു ബ്രീഡ് സ്റ്റോക്ക് ആക്കാൻ പറ്റിയ പെയറാണ്. ഇത് ഒരു സിംഗിൾ മെയിലാണ്. ജസ്റ്റ് അഡൽട്ടായ ഒരു മെയിലാണ്. ഇത് നമ്മളിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പറത്തിയ പ്രാവാണ്. ഇപ്പോൾ സിംഗിളായിട്ടാണ് നമ്മുടെ അടുത്ത് കിടക്കുന്നത്. നല്ലൊരു ബ്രീഡ് സ്റ്റോക്കാക്കി വയ്ക്കാൻ പറ്റിയ ഒരു മെയിലാണ്. ചാമ്പയിലാണ്. ഇത് ഒരു 4 കല്ലിയായ ഒരു കുഞ്ഞാണ്. കയറയിലാണ്. 4 കല്ലി ആയിട്ടുള്ളൂ. ഡബിൾ കണ്ണിലാണ് പ്രാവ് വന്നിട്ടുള്ളത്. കൊണ്ടുപോകുന്നവർക്ക് ധൈര്യമായിട്ട് പറത്താം. നമ്മളിവിടെ 2 ചുറ്റിപ്പ് മാത്രമേ ചുറ്റിച്ചിട്ടുള്ളൂ. ചുറ്റിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. അടുത്ത് 10 കല്ല് കഴിഞ്ഞ് പറത്താൻ വേണ്ടി വെച്ച പ്രാവാണ്. ഇത് ഒരു മെയിലാണ്. കയറയിലാണ്. നല്ല മെയിലാണ്. നമ്മൾ കുഞ്ഞുങ്ങളെടുത്തിട്ടുണ്ട്. ഫീമെയിൽ നമ്മൾ കൊടുത്തു. നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബേഡാണ്. ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളായാലും നല്ല രീതിയിൽ പറന്നിട്ടുണ്ട്. നമുക്കിവിടെ ധൈര്യമായിട്ട് എടുത്ത് ബ്രീഡ് സ്റ്റോക്കാക്കി സൂക്ഷിക്കാൻ പറ്റിയൊരു ബേഡാണ്. ഇത് വെള്ളയിൽ ഒരു മെയിലാണ്. നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ്. ഇതിൻ്റെ ഫീമെയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നത് നമ്മൾ സെയിലാക്കി. ഇനി ഈ ഒരു മെയിൽ മാത്രമേ ഉള്ളൂ. കലങ്ക കണ്ണിലാണ് മെയിൽ. അത്യാവശ്യം നല്ല രീതിക്ക് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ധൈര്യമായിട്ട് നമുക്കെടുത്ത് കൂട്ടിൽ സൂക്ഷിക്കാം. ഇത് കയറയിൽ ഒരു മെയിലാണ്. നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ലൊരു അടിപ്പ മെയിലാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഒരു 10-12 മണിക്കൂർ പറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ബ്രീഡ് സ്റ്റോക്ക് ആക്കാൻ പറ്റിയ ഒരു ബേഡാണ്. അഡൽട്ട് മെയിലാണ്. അത്യാവശ്യം 2-3 വയസ്സ് പ്രായമുള്ള മെയിലാണ്. നല്ല ആക്റ്റീവായിട്ടുള്ള നല്ലൊരു കിടിലൻ മെയിലാണ്. ഇത് നമ്മുടെ കയറയിൽ മറ്റൊരു മെയിലാണ്. നല്ല രീതിയിൽ
പറന്ന മെയിലാണ്, റിസൾട്ടഡ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ധൈര്യമായിട്ട് ബ്രീഡ് സ്റ്റോക്ക് ആക്കാൻ പറ്റിയ പ്രാവാണ്. ഇത് ഒരു ഫീമെയിലാണ്, കയറയിൽ കലങ്കക്കണ്ണിലെ ഒരു ഫീമെയിലാണ്, സിംഗിൾ ഫീമെയിലാണ്. ഇതൊക്കെ നമ്മുടെ ബ്രീഡ് സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന പ്രാവുകളാണ്. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ പറന്ന് തന്നിട്ടുണ്ട്. നല്ല ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ്. നിങ്ങൾക്ക് നല്ലൊരു ബ്രീഡ് സ്റ്റോക്ക് കീപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ബേഡാണ്. ഇത് ജാക്കിപ്പുള്ളിയിൽ ഒരു ഫീമെയിലാണ്. ഇത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബേഡ് തന്നെയാണ്. കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പറന്ന് വന്നിട്ടുണ്ട്. ഈ പ്രാവും ഏകദേശം ഒരു 10-14 മണിക്കൂർ പറന്ന പ്രാവാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് കൂട്ടിൽ ബ്രീഡ് സ്റ്റോക്ക് ആക്കി വയ്ക്കാം. നല്ല രീതിയിൽ ഉപകരിക്കുന്ന ഒരു ഫീമെയിലാണിത്. ഇത് ചാമ്പ പുള്ളിയിൽ ഒരു ഫീമെയിലാണ്. ഇതിൻ്റെ കുഞ്ഞന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പ്രാവ് പുറത്തുനിന്ന് എടുത്തതാണ്. നമ്മളിവിടെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറക്കിയ പ്രാവാണ്. ധൈര്യമായിട്ട് എടുത്ത് ബ്രീഡ് സ്റ്റോക്ക് ആക്കാം. നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടും, ഉറപ്പാണ്. ഇത് ധാരയിൽ ഒരു ഫീമെയിലാണ്. നല്ല അടിപൊളി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ്. ധൈര്യമായിട്ട് എടുത്ത് നമുക്ക് കൂട്ടിൽ വയ്ക്കാം. നല്ലൊരു മെയിലിനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപ്പം കുഞ്ഞുങ്ങളെ കിട്ടും. ഒരു ഡൗട്ടും വേണ്ട, എല്ലാം നല്ല ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള പ്രാവുകളാണ്. ഇത് ഒരു ഫീമെയിലാണ്, കയറയിൽ തന്നെയാണ്. ഫീമെയിൽ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടിരുന്നതാണ്, ബ്രീഡ് ചെയ്തിട്ടില്ല. വലിയ റേറ്റൊന്നും ആവത്തില്ല ഈ ഫീമെയിൽ. ഒരു ചെറിയ എമൗണ്ടിന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. ഇതൊന്നും ക്ലിയറൻസ് സെയിലല്ല. നമുക്ക് അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള ഒരു റേറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. പ്രാവുകളെല്ലാം പറന്ന പ്രാവുകളാണ്. എല്ലാം ഒരു 10, 13, 14 ആ റേഞ്ചൊക്കെ പറന്ന് റിസൾട്ട് ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള പ്രാവുകളാണ്. അപ്പോൾ ആ ഒരു റേറ്റ് കിട്ടിയാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. ലോ പ്രൈസിന് അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രാവുകളല്ല. എല്ലാം നല്ല ബ്രീഡിങ് സെറ്റുകളാണ്. അതുപോലെ തന്നെ അഡൽട്ട് ആയാലും ഒക്കെ നല്ല പ്രാവുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പ്രാവിനെ ഹോൾഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മൾ പ്രാവിനെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലും അത്യാവശ്യം അടുത്തുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രാവുകളാണ് കൊടുക്കാനുള്ളത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.